ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഹലോ. അപ്പോൾ ഇന്നത്തെ പ്രധാന പരിപാടി നമുക്കൊരു ചട്ടിച്ചോറുണ്ടാക്കാം. കുറേ ദിവസം കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, നമുക്കൊരു ചട്ടിച്ചോറുണ്ടാക്കാം. ബാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം നമുക്ക് ഊണിനുള്ള അരി അടുപ്പിലോട്ടിടാം കേട്ടോ. മത്തി പൊള്ളിക്കാനേ നമുക്ക് ഇല എടുക്കാൻ പോവാം. ബാ. ഇത് ചേട്ടൻ്റെ ഫോണാ വേണ്ടേ? ഇതിൽ കാന്താരി, കുരുമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ, ഇത്രയും കൂടെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെയും വാഴയില വാട്ടി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് പൊതിഞ്ഞ് വെക്കാം. ഇതെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്, മടക്കി വയ്ക്കാവേ. ഇത് അടുത്ത വാഴയില നമുക്ക് ഇതിലും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. 2 പൊതി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് വെന്ത് കഴിയുമ്പോൾ മറച്ചിട്ടെടുക്കണം അല്ലേ. അപ്പം അതെന്തായാലും ഒരു വശം വേവട്ടെ. ഇലയൊക്കെ ഈ കളറായിട്ടുണ്ട് കേട്ടോ, ഈ സൈഡ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വേകട്ടെ കേട്ടോ. ഇപ്പം വീണ തേങ്ങയാണ്. നമുക്കിത് പൊതിച്ചുകൊണ്ട് വരാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാവേ. നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം കേട്ടോ. കുറച്ച് മതി, ചെറിയൊരു കറിവേപ്പ. ഇതെന്താ എന്ന് നോക്കട്ടെ. മീൻ കരിഞ്ഞെങ്ങാനും പോയോ, ഫ്ലോപ്പായോ എന്തോ അറിയാൻ വയ്യ, നോക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. ശീമപ്പുളിയും തക്കാളിയും വെച്ച് നമുക്കൊരു കറി വയ്ക്കാം. ഈ മീനിന് നിങ്ങളൊക്കെ എന്നാ പറയും? നമ്മൾ പാരയെന്ന് പറയും, പാര. നമുക്കിത് ഫ്രൈയും ചെയ്യണം, കറിയും വയ്ക്കണം. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ സാധനം ഒഴിക്കാൻ പോകുന്നത് കേട്ടോ, തേങ്ങാപ്പാലാണേ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി ഇലയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കത് ഇതിലോട്ട് ചോറിട്ടിട്ട് ചട്ടിച്ചോറ് റെഡിയാക്കാവേ. ചട്ടിച്ചോറിന് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ചീമപ്പുളിയും തക്കാളിയും കൂടി കറി വെച്ചതാണ് കേട്ടോ. ബീട്രൂട്ട് തോരൻ, തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച മത്തി. അപ്പോൾ ചട്ടിച്ചോറിൽ ഇത്രയും വിഭവങ്ങളാണ്. നമുക്കിനി ഇതൊന്ന് ഇല വെച്ചിട്ട് മൂടി കെട്ടാം. ചട്ടിച്ചോറിയാ. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇപ്പം ലുലുവിൽ പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരുന്നു, അത് വാങ്ങണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണം, അത്രയേ ഉള്ളൂ. വേറെ വലിയ പർച്ചേസിങ് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സിറ്റിയിലോട്ട് ട്രിവാൻഡ്രത്തും കൂടെ ഒന്ന് പോകണം കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയും വേണമല്ലോ, വല്ലപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്കുണ്ട് ഇത്. നമ്മളെപ്പോഴും നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരൊക്കെ എപ്പോഴും വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ പലതും വരുമല്ലേ. വീട്ടമ്മമാർക്കൊക്കെ അറിയാം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ വല്ലപ്പോഴും കുടുംബത്തോടൊപ്പം ഒരു കറക്കം, വെറുതെ അല്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും, എന്നാലും അതൊരു സന്തോഷം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരുണ്ട്, എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നവരുണ്ടല്ലേ. അപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവരോട് പറയട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ട, ഇപ്പം തന്നെ അങ്ങ് ചെയ്തു. എന്തായാലും ഇപ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യമില്ലേ, നിങ്ങളുടെ സ്വപ്നം.
കുഞ്ഞതായാലും വലുതായാലും ഒരു ബുക്ക് വായിക്കണമെന്നോ ഒരു ബുക്ക് എഴുതണമെന്നോ അങ്ങനെയൊക്കെ ഇല്ലേ ഒരുപാട് സ്വപ്നങ്ങൾ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പ്രസിഡൻ്റ് ആവുമെന്നും പൈലറ്റ് ആവുമെന്നും പോലീസ് ആവുമെന്നും ഒക്കെ ചാടി പറഞ്ഞിരുന്നവർ അല്ലേ, അന്ന് പറയാൻ പേടിയില്ലായിരുന്നു. ഇപ്പോൾ ചിന്തിക്കാൻ പേടിയാണ്. തോൽവികൾ ഒരുപാടുണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ. തോറ്റെടുത്ത് തന്നെയാണ് ജയിച്ചവരൊക്കെയും അല്ലേ. ആർക്കും ആദ്യമേ വിജയം കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവരും തോറ്റ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പം തന്നെ ചെയ്യുക, പിന്നത്തേക്ക് മാറ്റി വയ്ക്കണ്ട. എല്ലാവരും ഹാപ്പിയായി ആരോഗ്യത്തോടെ ഇരിക്കുക. ഇത്രയും നേരം എന്നെ കേട്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.